നമസ്കാരം. സാജൻ, ചക്കരയമ്മ സാജൻ. അല്പം വിഷമമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ പ്രിയ സുഹൃത്ത് ശ്രീനിവാസൻ, നടൻ ശ്രീനിവാസൻ, നടൻ എന്നതിലുപരി നല്ല സുഹൃത്ത്, എന്തും വെട്ടിത്തുറന്ന് പറയുന്ന, ആരോടും മുഖം കറുപ്പിക്കാതെ എന്തും പറയുന്ന നല്ലൊരു സുഹൃത്ത്, സ്വന്തമായിട്ട് ആവിഷ്കാരമുള്ള, ആരെയും ഭയപ്പെടാതെ ഒന്നും കൂസാതെ എന്തിനോടും പ്രതികരിക്കുന്ന നല്ലൊരു കലാകാരൻ നമ്മെ ഇവിടെ വാങ്ങി എൻ്റെ ആദരാഞ്ജലികൾ. അതാണ് ഇന്നെനിക്ക് നിങ്ങളേവരെയും എൻ്റെ വിഷമസ്നേഹം അറിയിക്കുന്നു. ഇനി പതിവ് പോലെ എൻ്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങളിലൂടെ ഞാൻ പറയണമല്ലോ. ഞാനും ഒരു യാത്രയിലാണ്. അതുകൊണ്ട് കിട്ടുന്ന സമയം അല്പം പങ്കുവയ്ക്കാമെന്ന് കരുതിയാണ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത് തന്നെ. എൻ്റെ സിനിമ കഥകൾ, ഞാൻ ശ്രീനിവാസനെ കുറിച്ച് ഒരു സിനിമാ സംഭവം നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു പോസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അതിന് പോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല നർമ്മമുള്ളതാണ്. അത് മിക്കവാറും അടുത്ത ആഴ്ച പോസ്റ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇന്ന് ഇങ്ങനൊരു സംഭവം കേട്ടപ്പോൾ തന്നെ എനിക്കൊരു വിഷമമുണ്ടായി. അത് ഇന്നത്തെ പ്രസൻറ്റേഷനിൽ അല്പം ബാധിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിലും ഇന്നത്തെ പ്രസൻറ്റേഷനിൽ വേറെ സംഭവമാണ് പറയാൻ പോകുന്നത്. ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു. വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു അത്. അതായത് ഭയം, ഭക്തി, ബഹുമാനം. ഭയം, ഭക്തി, ബഹുമാനത്തിന് വേറെ അർത്ഥത്തിൽ പറയുന്നത് ഭീഷണിപ്പെടുത്തി, ഭയപ്പെടുത്തി, ബലാത്സംഗമെന്ന്. ഭീഷണിപ്പെടുത്തി, ഭയപ്പെടുത്തി, ബലാത്സംഗം. ഇതിനൊരു ഭീഷണിയില്ല, ഒരു ഭയപ്പെടുത്തലും ഇല്ല, ഒരു ബഹുമാനക്കുറവുമില്ല. ചെറുപ്പക്കാർക്ക് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. എടുത്തു പറയാൻ കാരണം, ഞാൻ ചെറുപ്പക്കാരനല്ല. എനിക്ക് ഇത് അത്ര കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞതുമില്ല. അത് തുറന്നു പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതില് ഒത്തിരി താരനിരകളുണ്ട്. ദിലീപ്, മോഹൻലാൽ, ദേവൻ, അശോകൻ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അങ്ങനെ ഒട്ടനവധി അഭിനേതാക്കൾ ഇതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ പഴയ ഡയറക്ടർ എ ബി രസാറിന്റെ മകളുണ്ടല്ലോ, പൊൻപണ്ണ്, അവരുടെ പേര് ഞാൻ മറന്നുപോയി. അവർ നല്ല ക്യാരക്ടറുകളൊക്കെ അഭിനയിക്കുന്ന നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. നല്ല വേഷം. ഇത് എടുത്തു പറയാവുന്നത് നമ്മുടെ ഇതിന്റെ നിർമ്മാതാവ് ഗോപാലൻ ചേട്ടൻ. അദ്ദേഹം നല്ലതുപോലെ ഡാൻസ് ചെയ്തിരിക്കുന്നു. ഈ പ്രായത്തില് ആശാൻ റോളാണ് ഇരിക്കുന്നത്. മോഹൻലാലിന്റെ ആശാൻ നന്നായിട്ട് ഇരിക്കുന്നു. സാധാരണ അദ്ദേഹം വന്നു പോകുന്ന മുഖം കാണിക്കുന്നതാണ്. ഇതങ്ങനല്ല. അല്ല, പുള്ളിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം പണ്ട് സിനിമയിൽ അഭിനയിക്കാൻ പോയ ആളാണ്, വടകരയിൽ. എന്നിട്ട് അദ്ദേഹത്തിനെ മനസ്സിലാക്കി ഇത് ശരിയാവില്ല എന്ന് കരുതി അദ്ദേഹം സ്വന്തമായിട്ട് ചിട്ടിപ്പിരിവ് തുടങ്ങി. പഴയ രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നീട് പാലമൊക്കെ നിർമ്മിച്ച ഒരു ഹസൻ ഉണ്ടായിരുന്നു കൂട്ടിന്. പാലം ഹസൻ എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. അവര് നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ഇദ്ദേഹം ഗോകുലം ഫിനാൻസ് തുടങ്ങിയപ്പം ഹസനെ കൂടെ കൂട്ടി. അദ്ദേഹം നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. അതുകൊണ്ടാണല്ലോ പഴയ സുഹൃത്തിനെ മറക്കാതെ ഹസനെ കൂട്ടിയത്. പിന്നീട് ഹസൻ എന്തോ ചെറിയ പിണക്കത്താൽ, സൗന്ദര്യ പിണക്കം എന്ന് പറയാം, ഇദ്ദേഹത്തിന് മാറി നിന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് നല്ലൊരു സരസനായ നല്ലൊരു മനുഷ്യനാണ് ഗോപാലൻ ചേട്ടൻ. ഇന്ന് അദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും വലിയ നിർമ്മാതാവാണ്, ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു വലിയ സ്ഥാപനം. അദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ടാണ് ഇത്രയൊക്കെ ആയെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഒരു മനുഷ്യൻ ഇളിയ നിലയിൽ നിന്ന് വന്ന് അദ്ദേഹം എന്തിനോട് ആഗ്രഹിച്ചുവോ, അതായത് അഭിനയിക്കാൻ പോയി, അതിൽ നിൽക്കാൻ കഴിയാതെ ഇന്ന് ആ സാമ്രാജ്യം, സിനിമാ സാമ്രാജ്യം തന്നെ ഇന്ന് അദ്ദേഹത്തെ ആദരിക്കുന്ന, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഹോട്ടൽ ശൃംഖലകൾ, പിന്നെ ഞാനിപ്പോൾ കുമരകം റിസർവ് റിസോർട്ടിൽ പോയിരുന്നു. ഞാനും എൻ്റെ മകനും എൻ്റെ ഭാര്യയും അവൻ്റെ കുടുംബമായിട്ടൊക്കെ പോയിരുന്നു. അപ്പോൾ അവിടെ നല്ല റിസോർട്ടിലാണ് ഞങ്ങൾ പോയത്. ഒരു മകൻ്റെ ഒരു ഔട്ടിങ്ങിന് വേണ്ടിയിട്ട്. അവൻ ദുബായിലാണ്. ഇന്ന് രാവിലെ മടങ്ങിപ്പോയി. തൊട്ടടുത്ത് ഞാൻ നോക്കിയപ്പോൾ കായൽ സവാരി നടത്തിയപ്പോൾ അവിടെ ഗോകുല റിസോർട്ട് പണികൊണ്ടിരിക്കുന്നു. നോക്കണം, അദ്ദേഹം നല്ലത്. അത് ഒരു വ്യാപാരത്തിന് ഒരു എന്തെല്ലാം രീതിയിൽ എവിടെയൊക്കെ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ദീർഘവീക്ഷണമാണ് ഞാൻ കണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സിനിമയാണ് അത് ഈ ഭയം, ഭക്തി, ബഹുമാനം. പണ്ട് ഞാൻ കരുതി ഈ ഫണം, പാമ്പിന്റെ ഫണം, ഇങ്ങനെയാണല്ലോ ഇതെന്ത് പറ്റിയെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്.
ഈ ഭ എന്ന അക്ഷരത്തിന് നിങ്ങൾ ഡബിങ്ങിനൊക്കെ ഉണ്ടല്ലോ, ഡബിങ് അക്ഷരത്തിൽ പ്രത്യേകിച്ച് പറയും ഭ ഉറക്കെ പറയുന്നത്, കാരണം ഭയങ്കര ഫ്ലോ വരും. ഇപ്പൊ മൈക്കിന് മുമ്പിൽ ഒരു ചെറിയ ഫിൽറ്ററൊക്കെ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കും ഭ. അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കും അതെന്ന് അപ്പോഴും പടം കാണാൻ നേരത്തെ കാത്തിരുന്നു. പക്ഷേ ഞാൻ തുറന്നു പറയാമല്ലോ, എന്നെ വളരെ നിരാശപ്പെടുത്തി. അതെന്റെ പ്രായം കൊണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഇതിൽ പോസ്റ്റർ തന്നെ ഇട്ടിട്ടുണ്ട് അഴിഞ്ഞാട്ടം. ശരിക്കും ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, അതായത് ബൈജു സന്തോഷ്, അദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോകുന്നു. എന്തിനാണെന്ന് നമുക്കറിയില്ല. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് അവർ തന്നെ എടുത്ത് പറയുന്നുണ്ട്, ഇത് ലോജിക്കില്ല, അതായത് തലനാരിഴക്കി വലിച്ചു കീറി എന്ന് പരിശോധിക്കേണ്ട സിനിമയല്ല ഇത്, ശരിക്ക് ആഹ്ലാദിക്കേണ്ട ആഘോഷിക്കേണ്ട സിനിമയാണ് ഇത് പറയുന്നുണ്ട്. പിന്നെ ഒരു ഭ്രാന്താശുപത്രിയിൽ നിന്ന് പുറത്തിയാടിയ കഥാപാത്രമാണ് ദിലീപിന്റെ. അപ്പൊ ഒരു ഭ്രാന്തമായ സീനുകളാണ്, പ്രതീക്ഷിച്ചാൽ മതി. മുമ്പ് നമ്മൾ പലരും പല രീതിയിലുള്ള സിനിമകളാണ് നമ്മൾ കാണുന്നത്. ഒരു ക്ലാസ് പടങ്ങൾ കാണുന്ന രീതിയാണെങ്കിൽ നമ്മൾ ആ രീതിയിലാണ് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുത്തിട്ട് കാണുന്നത്. ഒരു ആക്ഷൻ പടമാണ്, ഒരു ഇംഗ്ലീഷ് പടമാണ്, ഒരു കോമഡി പടമാണ് എങ്കിൽ നമ്മൾ ആ മനസ്സിനെ പാകപ്പെടുത്തി ഇരുത്തിയിട്ടാണ് നമ്മൾ ആ സിനിമ കാണുന്നത്. എൻ്റെ മിക്കതും കോമഡി പടങ്ങളല്ല, എൻ്റെ മിക്കതും ഫാമിലി പടങ്ങളാണ്. ഇപ്പോൾ ഒരു കുടുംബ ചിത്രങ്ങൾ വരാറില്ല, അപൂർവമായിട്ട് ഇല്ലെന്ന് തന്നെ പറയാം. ഇപ്പൊ ഇങ്ങനെ ഇത്തരം പടങ്ങളാണ് ചെറുപ്പക്കാരെ മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ ഇപ്പോഴത്തെ സിനിമാ നിർമ്മാണം. അങ്ങനെ അതിൽ തീർച്ചയായിട്ടും അത് ഗോകുലം കോമഡി കണ്ടുപിടിച്ച ഈ പ്രമേയം, അതായത് ദിലീപിനെയും മോഹൻലാലിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണമെന്നുള്ളത് അദ്ദേഹത്തിന്റെ ദീർഘദൃഷ്ടിയാവാം. പക്ഷെ അത് ഇതിൽ എന്താണ് ഉദ്ദേശിച്ചോ അതിലങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടില്ല. തുടക്കം മുതൽ ഒടുവിൽ വരെ അടി, ഇടി, അക്രമം, ചോര, പിന്നെ ചേസ്, ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതില് പഴയ CID മൂസ എന്ന സിനിമയില് ദിലീപിന്റെ കഥാപാത്രം ഇതിനകത്ത് കയറി വരുന്നുണ്ട്. പിന്നീട് മോഹൻലാലിന്റെ പഴയ സിനിമകൾ ഹലോ, പിന്നെ പല സിനിമകളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മുണ്ട് മടക്കി കൊടുക്കല്, മീശ പിരിക്കല്, അങ്ങനെ കുറെ സിനിമകളുണ്ട് അദ്ദേഹത്തിന്റെ തന്നെ. അതൊക്കെ ജനങ്ങൾ ആസ്വദിക്കുന്നുണ്ടാവാം. പക്ഷെ ഞാൻ കണ്ട തിയേറ്ററിൽ അങ്ങനെ കണ്ടില്ല. കാരണം ഈ റിലീസ് ചെയ്തതിന്റെ രണ്ടാമത്തെ ഷോയാണ് ഞാൻ കാണാൻ പോയത്. കാരണം എനിക്ക് ഈ സിനിമ വലിയ തിയേറ്ററിൽ ജനങ്ങളോടൊപ്പം പോയത് കാണണം എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിരുന്നത്. ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പോയില്ല. നേരെ പോയാൽ നമുക്കറിയാവുന്ന പരിചയക്കാരുണ്ടല്ലോ അവിടെ. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഇതിൽ ഹൈ ക്ലാസ് ഒക്കെ ബുക്കിലായി പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വേറെ ക്ലാസ്സിൽ തന്നാൽ മതി. പക്ഷെ എന്നാലും ഹൈ ക്ലാസിന്റെ ഒരു ടിക്കറ്റ് കിട്ടി. അവിടെ ചെന്നപ്പോഴോ അവിടെ ആരുമില്ല. കാരണം ഇവര് അതിൽ ഒരു ചെറിയ രീതിയിൽ പറയാതിരിക്കാൻ വയ്യ, ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടെ ആരും വരുന്നില്ല. പിന്നെ ഈയിടെ ഒരു മാഡം പറയുന്ന കേട്ടു, എറണാകുളത്ത് അവരുടെ ഫ്ലാറ്റിലൊക്കെ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുത്തിട്ട് സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്നു. ഇപ്പം അങ്ങനെയൊക്കെ ആവാം. തിയേറ്ററിൽ ഫുൾ ഹൗസ് ആവേണ്ട സിനിമയിൽ ഈ ഓൺലൈൻ ബുക്ക് ചെയ്തുകൊണ്ടായിരിക്കാം സീറ്റുകൾ പലതും കാര്യമായിട്ട് എടുക്കുകയാണ്. ഞാൻ ടിക്കറ്റ് എടുത്ത് അത് ഫുള്ളാണെന്ന് പറഞ്ഞ ആ സംഭവമാണ് ഞാൻ പറയുന്നത്. എങ്കിലും മോശമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. വലിയ പ്രതികരണമൊന്നും ഞാൻ കേട്ടില്ല. കയ്യടിയോ കരച്ചിലോ ചിരിക്കലോ ആട്ടഹസിലോ ഒന്നും ഞാൻ കണ്ടില്ല. എനിക്കും തോന്നിയില്ല. അപ്പൊ എനിക്ക് മാത്രമല്ല, കാണാൻ വന്നവര് അത്രയും പ്രതീക്ഷിച്ചോടെ വന്നിട്ടായിരിക്കും. കാരണം ദിലീപും മോഹൻലാലും അഭിനയിക്കുന്ന പടമല്ലേ, തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ ഉണ്ടായിരിക്കും. ആ പ്രതീക്ഷയുടെ ആസ്ഥാനത്തായി പോയതുകൊണ്ടായിരിക്കാം അവർക്ക് ഒരു നിരാശ തോന്നിയിരിക്കാം. ഞാനത് കണ്ട കാഴ്ചയാണ്. സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അടുത്തൊരു ജനക്കൂട്ടം തന്നെ സിനിമ കാണാൻ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ അവരുടെ പ്രതീക്ഷ വലുതാണ്. ഏതായാലും സിനിമ അവരെ ഈ യങ്സ്റ്റേഴ്സിനെ പഠിപ്പിക്കില്ല എന്ന് തോന്നുന്നു. പിന്നെ മുതിർന്നവർക്ക് ഇങ്ങനെ ആവാം. അത്ര അങ്ങോട്ട് എടുത്തു പറയാത്ത രീതിയിലുള്ള സീനുകളൊന്നും എനിക്ക് വരാനില്ല. കാരണം ഞാൻ പലതും പ്രതീക്ഷിച്ചു. ദേവനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദേവൻ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ ധ്യാൻ ശ്രീനിവാസനും പിന്നെ വിനീത് ശ്രീനിവാസനും ഒരുമിച്ച് കോംബോ ഒക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല എന്ന് പറയാം. അങ്ങനെ പോകുന്നു. എടുത്തു പറഞ്ഞാൽ അത് എന്തിനു വേണ്ടിയ ആവശ്യം പോലെ ഫൈറ്റ്, റീ റെക്കോർഡിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലോ അത് ചെവി അടപ്പിക്കുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഷാൻ റഹ്മാനാണ് അദ്ദേഹം. ഇതിനകത്ത് സൈലന്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ, മറ്റെല്ലാം. കാരണം ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലെങ്കിൽ പടം ഒന്നുമില്ല. ഏതായാലും ഒരു മുഖ്യമന്ത്രി തട്ടിക്കൊണ്ടുപോയത് എന്തിനാണ് എന്നുള്ളത് സെക്കൻഡ് ഹാഫിൽ അല്പം വിവരിക്കുന്നുണ്ട്. അത് മാത്രമേ ഇതിനകത്ത് ഒരു കൺവിൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. മറ്റത് ഈ ഒരു പറഞ്ഞതുപോലെ ചെറുപ്പക്കാർക്ക് ആർമാദിക്കാനുള്ള ഒരു സിനിമയായിട്ടായിരിക്കാം ഉദ്ദേശിച്ചത്. അത് ഒരു ഫലം കണ്ടു എന്ന് പറയാം. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് കരുതിയിട്ട് ഇത് റിവ്യൂ അല്ല കേട്ടോ, ഒരിക്കലും റിവ്യൂ അല്ല. റിവ്യൂ പല രീതി വരുന്നുണ്ട്. നല്ല സിനിമ എന്ന രീതി വരുന്നുണ്ട്, വെറുപ്പിക്കുന്ന സിനിമ എന്ന് പറയുന്നുണ്ട്. സ്ഥിരം റിവ്യൂ പറയുന്ന ഒരാളുണ്ടല്ലോ, ഒന്ന് രണ്ടുപേരുണ്ട്. അവരൊക്കെ വെറുപ്പിക്കുന്ന സിനിമ എന്ന് പറഞ്ഞത്
അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ രീതി അതായിരിക്കാം. ഞാൻ അങ്ങനെ പറയുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ? അങ്ങനെ ഏതായാലും കണ്ടിരിക്കാൻ 2-2.5 മണിക്കൂർ പടമുണ്ട്. ഭ ഭ ബ. ഇനി അക്ഷരങ്ങൾ ബാക്കിയുണ്ട്. യ ര ല വ ശ ഷ സ ഹ ള ഴ റ. ഇത്ര അക്ഷരങ്ങൾ ഇനിയുണ്ട് അക്ഷരമാലയിൽ. ഞാൻ പറയാൻ കാരണം വെച്ചാല് ഇങ്ങനത്തെ പേരുകളൊക്കെ ഇടപ്പെടുത്തേക്ക് എന്താണെന്നൊരു ആളുകൾക്ക് ഒരു ഉത്കണ്ഠ ഉള്ളത് എന്താണെന്നുള്ളത് അത് തീർച്ചയായിട്ടും നിറവേറ്റി. ഏതായാലും ഞാൻ അധികം പറഞ്ഞ് പുഷ്പിക്കുന്നില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പലരും മറന്നു പോകുന്നതുകൊണ്ടാണ്. ഞാൻ പല സിനിമകളും കാണുന്നതാണ്, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്നുള്ളത് അറിയണമല്ലോ. നമ്മളിത് വെറുതെ ഇരുന്നിട്ട് അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കണ്ടു. നിരാശപ്പെടുത്തില്ല. നിങ്ങൾ ചെറുപ്പക്കാർക്കൊന്നും നിരാശപ്പെട്ടില്ല വരില്ല എന്ന് പറയാം. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.